നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ പ്രതിസന്ധികളിൽ വേറെ ആർക്കും വേറെ ഒരു ആഹാരത്തിനും കൂടെ നിൽക്കാൻ പറ്റാത്ത സമയത്ത് കഞ്ഞി മാത്രം കുടിക്കേണ്ട ദിവസങ്ങളുണ്ട്. ചലഞ്ച്, ഡയറ്റ്, ദീസ് ആർ ഓൾ പണിഷ്മെൻറ്റ്. എന്നെ ഇവിടെ എത്തിച്ചതും കഞ്ഞിയാണ്. പലർക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഗൈനിക് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഫിക്സ്ഡ് വിത്ത് ഫുഡ് മാൻ. ഇറ്റ് ക്യാൻ ബി ഫിക്സ്ഡ്. നമ്മൾ റോഡ്സിൽ ഫ്രൂട്ട്സും ഷോറൂമിൽ ഷൂസും വയ്ക്കുന്ന നാടാണ്. അതുണ്ടാവണമെങ്കിൽ മിനിമം ഒരു 6 കൊല്ലം ഏതെങ്കിലും മരുഭൂമിയിൽ പോയി പണിയെടുക്കണം. സോ ഐ ഓൾവേസ് ഡൈൻ ലൈക്ക് എ കിങ്, നോട്ട് ലൈക്ക് എ പിഗ്. രാജസ്ഥാനി ലസ്സി, പഞ്ചാബി ദാബ, താലി, തിരുനെൽവേലി ഹൽവ, അങ്ങനെ ഒരുപാട്. എന്തെങ്കിലും തിന്നുക എന്ന് പറയുന്നതിന് ഒരു വില കൊടുക്കേണ്ടി വരും. ചക്ക വാങ്ങിക്കാൻ മന്ത്രിയുടെ റെക്കമെൻഡേഷനാണ്. നമ്മളെല്ലാം മിക്ക 1/3 കേരളത്തിലെ മലയാളിയും കട്ട ഫുഡിയാണ്. Because the most important ingredient in any recipe is nothing but love. Hi everyone, welcome to Story Seat. കൂടെയുള്ളത് ഷെഫ് നളൻ. ഹലോ ചേട്ടാ, നമസ്കാരം. വെൽക്കം ടു ദ ഷോ. നള പാചകം അത് തന്നെയാണോ ഒരു ഡ്രീം ആയിട്ടുണ്ടായിരുന്നത്? അതിനുശേഷം എടുത്ത പേരാണോ? അങ്ങനെ പറയാം. അതെ, ബേസിക്കലി ഐ ആം സോ പാഷനേറ്റ് അബൌട്ട് കുക്കിംഗ്. അതുകൊണ്ടാവണം വന്നു ചേർന്നതാണ് ദൈവചൈതന്യം പോലെ. സോ ഐ ആം എൻജോയിങ് ഇറ്റ് ആക്ച്വലി. ഓക്കെ, ആക്ച്വലി ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഭയങ്കര വലിയൊരു പങ്കുണ്ട്. യെസ്, ഓഫ് കോഴ്സ് ഇസ് ഫുഡ് നമ്മുടെ എല്ലാ മൊമെൻറ്റിലും ഫുഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. ആൻഡ് സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ പേര് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരുപക്ഷെ ഫുഡായിരിക്കും. അപ്പോൾ ശരിക്കും ഫുഡെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷെഫ് എന്ന് പറയുന്നത് ശരിക്കും ഹീലേഴ്സാണ് അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ തോന്നിയിട്ടില്ലേ? എങ്ങനെയാണ് ആ ഒരു ഹീലിംഗ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഫുഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഫുഡ് ഇസ് ഇറ്റ്സെൽഫ് ലൈഫ് അല്ലേ? അങ്ങനെയല്ലേ കാണണ്ടേ? അപ്പം ബാക്കിയൊന്നും എനിക്കങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഫുഡ് ഇറ്റ്സെൽഫ് ഇസ് ലൈഫ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ദ മോസ്റ്റ് ഹോളിസ്റ്റിക് ജോബ് ഈ ഭൂമിയിൽ ചെയ്യുന്നത് ബേസിക്കലി ഫാമേഴ്സാണ് അല്ലേ? ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ ദേ ഹെൽപ്പ് അസ് ടു ഫിൽ ദ പ്ലേറ്റ് അല്ലേ? ഒരു ഫാമിലി ലൈഫായാലും ശരി, ഒരു ഹെൽത്തി ലൈഫായാലും ശരി, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇസ് ലൈക്ക് വാച്ച് യുവർ പ്ലേറ്റ് എന്നുള്ളതാണ്. ഇഫ് യു ഹാവ് ടു ജസ്റ്റ് എഡ്യൂക്കേറ്റ് ഹൗ ടു പ്രിപ്പയർ യുവർ പ്ലേറ്റ് സോ ദാറ്റ് യു ഹാവ് എ ബെറ്റർ ലൈഫ്. സോ പ്ലേറ്റിനകത്ത് എന്തുണ്ട് ആൻഡ് ദാറ്റ് ഈസ് യു. നിങ്ങൾ എന്ത് കഴിക്കുന്നു അതാണ് നിങ്ങൾ അല്ലേ? സോ വാച്ച് യുവർ പ്ലേറ്റ്. അപ്പോൾ പലരും ആ പ്ലേറ്റിനെ പറ്റി ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? ലാസ്റ്റ് 22 years ഐ എം ഇൻ ടു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. കേരളത്തിൽ വന്നിട്ട് ഞാൻ 10 years ആയി. ഐ ബിലോങ് ടു ആൻ ആയുർവേദിക് ഫാമിലി. അപ്പോൾ ഞാൻ പല രാജ്യങ്ങളിലും ആ ഫുഡ് എനിക്ക് വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. ഇറ്റാലിയൻ ഫുഡ് ഫ്രം ഇറ്റലി, ഇംഗ്ലീഷ് ഫുഡ് ഫ്രം ഇംഗ്ലണ്ട്. സോ ഐ വാസ് സോ ബ്ലെസ്ഡ്. സോ വൺസ് ഐ കെയിം ടു കേരള ഐ സോ ദാറ്റ് നമ്മളുടെ കേരളത്തിൻ്റെ ചൈതന്യപൂർണ്ണമായ പല കാര്യങ്ങളും പേര് പോലും ബേസിക്കലി ഒരു അസഭ്യ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കഞ്ഞി എന്നൊരു പദം നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ പ്രതിസന്ധികളിൽ വേറെ ആർക്കും വേറെ ഒരു ആഹാരത്തിനും കൂടെ നിൽക്കാൻ പറ്റാത്ത സമയത്ത് കഞ്ഞി മാത്രം കുടിക്കേണ്ട ദിവസങ്ങളുണ്ട് അല്ലേ? അതിനെപ്പോലും ഒരു ആക്ഷേപഹാസ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സോ എന്നെ ഇവിടെ എത്തിച്ചതും കഞ്ഞിയാണ്. ഇപ്പോൾ ഡീ ഫൈറ്റർ എന്ന് പറയുന്നത് എൻ്റെ പോറിഡ്ജാണ് എനിക്ക് MGR യൂണിവേഴ്സിറ്റി ഇല്ലെങ്കിൽ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് കിട്ടിയത്. കാരണം എൻ്റെ കഞ്ഞി കുടിച്ചാൽ പല എയിൽമെൻസിനും അതൊരു മരുന്ന് പോലെയാണ്. പക്ഷെ എൻ്റെ കഞ്ഞി മരുന്നല്ല. എൻ്റെ കഞ്ഞി കുടിച്ചാൽ ഷുഗറിൻ്റെ മരുന്നുകൾ ഒഴിവാക്കാം. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പം നല്ല ആൻറ്റി ഓക്സിഡൻസ് സെൽസിനെ ചാർജ് ചെയ്യും. ബ്ലഡ് പ്യൂരിഫൈഡ് ആകുമ്പം ആ സെൽസ് ചാർജ് ആകുമ്പം ഹോർമോൺസ് ബാലൻസ്ഡ് ആവും. ഹോർമോൺസ് ബാലൻസ്ഡ് ആവും നമ്മുടെ ശരീരത്തിൽ സംഗീതം പോലാണ്. ഈ രണ്ടും ശബ്ദമാണല്ലോ അല്ലേ? അപ്പം സംഗീതവും ശബ്ദമാണ്, അപശബ്ദവും ശബ്ദമാണ്. അതുപോലെയാണ് ഹെൽത്ത്. നമുക്ക് നല്ല സംഗീതം കേട്ടാൽ നല്ല ഹെൽത്തി ജീവിതം, അതേ കണക്ക് ബഹളം കേട്ടാൽ നമുക്ക് സിക്ക് ജീവിതം. രണ്ടും ജീവിതമായിരിക്കാം. അപ്പോൾ ഞാൻ ഈ കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ ആഹാര ചൈതന്യത്തിനെ ഫോക്കസ് ചെയ്യും. ഞാൻ അത് ബേസ് ചെയ്ത് റെസിപ്പികൾ, എൻ്റെ അമ്മയുടെ റെസിപ്പികളായാലും എൻ്റെ പരിചയമുള്ള സുഹൃത്തുക്കളുടെ അമ്മമാരുടേതായാലും ഞാനതിനെ റീവർക്ക് ചെയ്ത് എന്നിട്ട് അതിനെ ഞാൻ കൊമേഴ്ഷ്യലൈസ് ചെയ്ത്. ഇപ്പോൾ പലരും കളിയാക്കുന്നത് കാന്താരി, കരിവേപ്പില, തേങ്ങ. സോ വാട്ട്? ഇപ്പം ശ്രീഫൽ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഒരേ ഒരു ഫലം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അറിയാവോ? ഇല്ല. തേങ്ങ. ശ്രീ വിജയൻ,
ശ്രീ ജിംന എന്നൊക്കെ പറയുന്ന പോലെ ശ്രീഭൽ എന്നാണ് തേങ്ങ അഭിസംബോധന ചെയ്യുന്നത്. അത്രയും ഹോളിസ്റ്റിക്കാണ് കോക്കനട്ട്. അപ്പോൾ അതിൻ്റെ എണ്ണയെ പറ്റി ഞാൻ സംസാരിക്കും, തേങ്ങാപ്പാലിനെ പറ്റി സംസാരിക്കും. നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആര് സംസാരിക്കാണ്? തീർച്ചയായും അല്ലേ? നമ്മൾ കേരളം തന്നെ പേര് തന്നെയുള്ളത് അല്ലേ? അപ്പം നമ്മൾ എൻ്റെ അടുത്ത് പല ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ പല സ്പീച്ചിന് പോകുമ്പോൾ അടിയിലൊന്ന് ആൾക്കാർ കമൻ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ തേങ്ങാ പറ്റിയാണ് സംസാരിക്കാൻ. തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പോൾ പറഞ്ഞു തേങ്ങാപ്പാൽ വെച്ച് നമുക്ക് രസം ഉണ്ടാക്കാം, നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കാം. അങ്ങനെ ഇപ്പം മഷ്റൂം കോഫി വരെ വന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൂടാ? അപ്പോൾ അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യണമെന്നെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യണം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അപ്പം മഹാഭായ് ഷജ്യം എന്നാണ് പറയുന്നത്. ആഹാരം മഹാഭായ് ഷജ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് ഇറ്റ് സെൽഫ് ഈസ് മെഡിസിൻ എന്നാണ് ആയുർവേദത്തിൽ. അപ്പം അതാണ് നമ്മൾ ഷോക്കേസ് ചെയ്യേണ്ടത്. കാരണം ഇപ്പം നേരത്തെ ജിംന പറഞ്ഞു ഫുഡിനെ പറ്റി. ഫുഡാണ് ലൈഫ്. അന്നം പരബ്രഹ്മം എന്നാണ്, ഫുഡ് ഇസ് ഗോഡ് എന്നാണ്. അപ്പോൾ പിന്നെ നമ്മളുടെ പ്ലേറ്റിനെയാണ് നമ്മളെ പൂജാ തട്ട് പോലെ ആയിരിക്കണം, അല്ലേ? നിവേദ്യം പോലെ ആയിരിക്കണം. എങ്കിലല്ലേ നമുക്ക് ദൈവിക ചിന്താഗതികൾ പോലെ വരൂ. നമ്മളിപ്പം ഫുഡിനെ ബേസ് ചെയ്ത് ചിന്തിച്ച് നോക്കിയാൽ ഹണി വയ്ക്കുന്നിടത്ത് ഹണി ബി വരും, അല്ലേ? അതേപോലെ വേസ്റ്റ് വയ്ക്കുന്നിടത്ത് പോർക്ക് വരും, അല്ലെ പിഗ് വരും. അപ്പോൾ ഓരോ ഫുഡിനും ഓരോ ഡിസൈൻഡാണ് നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ. വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു ആർ. അപ്പം ഷെഫ് എന്ന രീതിയിൽ ഇപ്പം നേരത്തെ ഫാമറുടെ കാര്യം പറഞ്ഞു. ഫാമേഴ്സാണ് സോയിലിൽ ഈ കാര്യങ്ങൾ അല്ലേ ആദ്യം വിതയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വായിച്ചൊരു സ്റ്റേറ്റ്മെൻ്റാണ്, എ സീഡ് ഇസ് എ മാജിക്. ശരിയല്ലേ? എ ഗ്രെയിൻ ഇസ് എ ബ്ലെസ്സിങ്. ശരിയല്ലേ? എ ഫുഡ് വിച്ച് വി സെർവ് ഇസ് ലവ്. സോ ദാറ്റ് ഈസ് ദ മിറാക്കിൾ ഓഫ് ഫുഡ്. സത്യം തന്നെയാണ്. വിഷ്വലൈസിങ് ഇറ്റ് ഇൻ എ റൈറ്റ് മാനർ വിൽ ഹെൽപ്പ് യു ടു ലിവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. സോ നമ്മളിൽ ഫോർ വാണ്ട് ഓഫ് എ നെയിൽ എ കിങ്ഡം വാസ് ലോസ്റ്റ് എന്നാണ്. നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ചിന്താഗതികളെയാണ്. നമ്മൾ കഴിക്കുന്ന അനുസരിച്ചാണ് നമുക്ക് ചിന്തകൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫുഡ് കറക്റ്റ് ചെയ്യണം. എനിക്ക് 41 ഡേയ്സ് കൊണ്ട് ഒരാളുടെ തോട്ട് പ്രോസസ്സിനെ, അയാളുടെ ലൈഫ് എയിൽമെൻസിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ ക്യാൻ ഹെൽപ്പ് യു ഇഫ് യു ആർ റെഡി. ഫ്രീ ആണ്. അതെങ്ങനെയാണ്? I'll study your blood and I'll understand. പിന്നെ ഡെയിലി ഡയറ്റ് ഞാൻ ശ്രദ്ധിക്കും. എന്നിട്ട് എന്തൊക്കെയാണ് ഗോ ത്രൂ ചെയ്യുന്നത്. ഇപ്പോൾ സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരെ ഗട്ട് റിലേറ്റഡ് ആണ്. അത് യു ക്യാൻ ജസ്റ്റ് ടോക്ക് ടു ദി റൈറ്റ് ഡോക്ടേഴ്സ് ഓൾസോ, ബട്ട് ഇറ്റ് ഇസ് ബേസിക്കലി ഓൺ ദ ഗട്ട്സ്, വിത്തിൻ ദ ഗട്ട്സ്. ഗട്ട് കോംപ്ലിക്കേറ്റഡ് ആവുന്ന അനുസരിച്ച് യുവർ ടോട്ടൽ ലൈഫ് വിൽ ബി കോംപ്ലിക്കേറ്റഡ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഗട്ട് ഈസ് ഇൻ പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ താങ്കളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും ശരി, എൻഡ് ഓഫ് ദ ഡേ ഇഫ് യുവർ ഗട്ട് ഈസ് കൊളാപ്സ്ഡ് യു ഹാവ് ടു റൺ ടു ദ ടോയ്ലറ്റ്. Yes or no? Yes. Very true. Gut will never say, oh, he is the Prime Minister of India, or he is the Chief Minister of Kerala, or he is the President of America, so I will wait. Gut will never wait for anyone. So watch your gut. And I think my Prime Minister is very good at it, because my Prime Minister helps with his gut. കാരണം പുള്ളി കഴിക്കുന്നത്, പുള്ളിയുടെ പ്ലാന്, ഫുഡ് പ്ലാൻ, I have heard a lot about it. Very cleansed. So once you walk in, there's an aura flourishing out. ഒബാമയെ കണ്ടാലും ഹിസ് തോട്ട് പ്രോസസ് നടക്കുന്നത് കാണുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ബേസിക്കലി ഹി ലുക്സ് ഹിസ് ഹെൽത്ത് വെരി വാല്യൂബിളി, അല്ലേ? ഒരു ഭയങ്കര വാല്യൂ ഹെൽത്തിന് കൊടുക്കുന്നുണ്ട്. അത് ബേസ് ചെയ്തായിരിക്കും ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. സിമ്പിളായിട്ട് എടുത്ത് ഇപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആവുന്നത് ഒരു മാസത്തിൽ 7 days നിങ്ങൾ അനുഭവിക്കുന്ന പെയിനാണ്. ശരിയല്ലേ? അപ്പം നിങ്ങൾ പലർക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഗൈനിക് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഫിക്സ്ഡ് വിത്ത് ഫുഡ്, മാൻ. It can be fixed. You check your diet. Are you taking enough supplements? അത് മുരിങ്ങയിലാവാം, മുരിങ്ങയ്ക്കാവാം, അല്ലേ? സൂപ്പുകളാവാം, ബീട്രൂട്ട് സൂപ്പാവാം, വെജിറ്റബിൾ സൂപ്പാവാം. പണ്ട് അമ്മമാർ അതിനൊക്കെ സഹായിച്ചിരുന്നു. പക്ഷെ ഇന്ന് ആർക്കും അറിയില്ല. നിങ്ങളാരും നിങ്ങളെ ഹെൽത്തിനെ സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എൻ്റെ കൺസേൺ എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്കൊരു മകനുണ്ട്, അല്ലേ? അപ്പോൾ എൻ്റെ മകൻ നാളെ ഒരു ഫാമിലിയിൽ പോയി കണക്ട് ചെയ്യേണ്ടവനാണ്. ആ ഫാമിലി നന്നായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കണ്ടേ? അല്ലാണ്ട് എൻ്റെ മോൻ, എൻ്റെ വീട്,
എൻ്റെ കട, എൻ്റെ സ്ഥാപനം, എൻ്റെ ശരീരം, എൻ്റെ കാറ്. സോ സെൽഫിഷ്. ഐ കാൻ ബി ലൈക്ക് ദാറ്റ്. അത്ര ഐ ഡോണ്ട് വോണ്ട് ടു ബി ലൈക്ക് ദാറ്റ്. ഓക്കെ. അപ്പോൾ ഈ ഒരു 41 ഡേയ്സ് ചലഞ്ചിൽ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഈ വേർഡ്സ് ആണ് പ്രശ്നം. 41 ഡേയ്സ് സെലിബ്രേഷൻ ആണ്. സെലിബ്രേഷൻ? ചാലഞ്ച്, ഡയറ്റ്, these are all punishment. You are not here to be punished. Okay, you are punishing yourself. അപ്പോൾ ബേസിക്കലി ഇംഗ്ലീഷുകാരൻ്റെ ഒരു ലൈഫ് എടുത്താൽ, ഞാനത് പൊക്കി പറയുന്നതോ താഴ്ത്തി പറയുന്നതല്ല. യു ഹാവ് ടു ലേൺ. ഓക്കെ, ഹാവ് ട്രാവൽ. അയാളുടെ ഡിക്ഷണറി എടുത്താൽ പോലും you should understand one thing. In the entire English dictionary, there's only one word that carries culture towards it. Can you tell me which word is that? ഏത് വാക്കാന്ന് പറയാം? Agriculture. വേറെ ഒരു വാക്കിലും കൾച്ചർ കണക്റ്റഡ് അല്ല. The only word in dictionary. Can you tell me why? Because everything begins with agriculture, with your soil. If it is your festival, if it is your food, if it is your community, if it is your house, everything, agriculture, soil. ഓക്കെ. So that is why I call farmers as magicians. എക്സാക്ട്ലി. മനസ്സിലായില്ലേ? So there is where, and we cook. നമ്മളെ സംബന്ധിച്ചോളം either mother or chef. രണ്ടുപേരാണല്ലോ നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് ഒരു നല്ല വാക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. അമ്മ പ്രത്യേകിച്ചോ പറയില്ല, അല്ല അമ്മമാർ നമ്മൾ പറയില്ല, പക്ഷെ ചിലപ്പോൾ പറയുന്ന മക്കളുണ്ടാവാം. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ കഴിച്ചിട്ട്, ആ ഷെഫെ കൊള്ളായിരുന്നു കേട്ടോ, ശകലം ഉപ്പൂടെ ഉണ്ടായത് നന്നായിരുന്നേനെ. ഇത് ബേസിക്കലി അങ്ങനൊരു കൾച്ചർ ഉണ്ടാവണം. തീർച്ചയായും. അല്ലേ? പിന്നെ അത് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? സന്തോഷം ഒരിക്കലല്ല. നമുക്ക് അത്രയും സന്തോഷമാണല്ലോ തരുന്നത്. നിങ്ങൾ ഇപ്പം ഞങ്ങളൊരു ചിക്കൻ കറി വെച്ച് വയ്ക്കുന്നു, എന്താ ഉദ്ദേശിക്കുന്നത്? ജിംന വരുന്നു, കഴിക്കുന്നു, എക്സൈറ്റഡ് ആവുന്നു, അല്ലേ? അതുകൊണ്ട് ഞങ്ങളത് പ്ലേറ്റൊക്കെ ചെയ്ത്, ഇല്ലാത്ത പപ്പടമൊക്കെ വെച്ച്, ഇല്ലെങ്കിൽ അതിനകത്തൊരു ഓലക്കാലൊക്കെ വെച്ച് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് പ്ലേറ്റ് ചെയ്തല്ലേ തരുന്നത്. എന്തിനാണ് തരുന്നത്? നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കാണാനല്ലേ. അതെന്തുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല? സോ വാച്ച് യുവർ പ്ലേറ്റ്. ഐ വിൽ ടെൽ യു വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ യു ആർ. നിങ്ങളെ പ്ലേറ്റ് കണ്ടാൽ എനിക്ക് പറയാൻ പറ്റും നിങ്ങളെങ്ങനത്തെ ഒരാളാണ്. നിങ്ങൾ പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കിയാലും അവർ ലിമിറ്റഡാണ് കഴിക്കുന്നത്. സോ ഐ ഓൾവേസ് ഡൈൻ ലൈക്ക് എ കിങ്, നോട്ട് ലൈക്ക് എ പിഗ്. ഡൈൻ ലൈക്ക് എ കിങ്. ബിക്കോസ് ഫുഡ് കഴിക്കുമ്പോൾ ഒരു ക്വാളിറ്റി ഓറിയൻറ്റഡ് ആണ്. ഇനിയിപ്പോൾ ക്വാളിറ്റി ഓറിയൻറ്റഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ അവക്കാഡോ കഴിക്കണം, ബ്ലൂ ചീസ് കഴിക്കണമെന്നൊന്നുമല്ല. ഒരുപടി കപ്പലിൻ്റെ ആണെങ്കിലും ക്വാളിറ്റി ഉള്ളത് കഴിക്കണം, അല്ലേ? അങ്ങനെ വേണ്ടേ? നമ്മൾ റോഡ്സിൽ ഫ്രൂട്ട്സും ഷോറൂമിൽ ഷൂസും വയ്ക്കുന്ന നാടാണ്. റോഡിൽ വിട്ടോട്ടെ, ഷോറൂമുകളിലും ഫ്രൂട്ട്സ് വരണം. അതിന് നമ്മളൊരു ഷൂസ് വാങ്ങിക്കാൻ പോകുമ്പോഴും നമ്മൾ 2000 രൂപ, 3000 രൂപ, 15,000 രൂപ, 20,000 രൂപയൊക്കെ ചിലവാക്കണം. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ, 1 കിലോ ഗ്രീൻ ആപ്പിളിൻ്റെ വില എത്രയാണ്? 1 കിലോ കുത്തരിച്ചോറിൻ്റെ വില എത്രയാണ്? 1 കിലോ ബിരിയാണി റൈസിൻ്റെ വില എത്രയാണ്? ഇതല്ലേ നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ. ഇതാവണ്ടേ ജിംനക്കുട്ടി? അടുത്ത് ചോദിക്കാൻ വന്ന ചോദ്യം ഞാൻ വിഴുങ്ങേണ്ടി വരും. നമ്മുടെ ഫുഡ് കൾച്ചറൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഏത് രീതിയിലാണെന്ന് ഞാൻ ചോദിക്കാൻ ഇങ്ങനെ വരുമായിരുന്നു. ഇതാണ് കൾച്ചർ. നമ്മൾ അറിയേണ്ട ഇൻഡെക്സ് ഇതാണ്. ആൾക്കാർ ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്, കാർ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്, എല്ലാം വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്. 1 രൂപ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. വാങ്ങിക്കണ്ടെന്ന് പറയില്ല, പക്ഷേ സെലിബ്രേഷൻ ഓഫ് ലൈഫ് ഈസ് വിത്തിൻ, അല്ലേ? യു ആർ ജിംന ഫോർ നെക്സ്റ്റ് 840 മന്ത്സ്. 840 ദിവസം, 840 മാസം ആയുസാണ്. 70 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരുന്നാൽ കറക്റ്റാ. ഓക്കെ, ഈ 70 വയസ്സ് വരെ 840 മാസത്തിലേ ഉള്ളൂ ഈ ജിംന എന്ന് പറഞ്ഞ അഡ്രസ്സ് പോലും, പിന്നെ ബോഡിയാ. അപ്പോൾ ഈ 840 മാസം എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല? എന്തിനാ? പ്രശ്നങ്ങളുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. ആൾക്കാർ കാലി പിടിച്ച് നിലത്തിടും, മുതുകത്തുനിന്ന് കുത്തും. അത് അവരുടെ കൾച്ചറാണ്, നമ്മളെ അല്ലല്ലോ. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ സെലിബ്രേറ്റ് ഇൻ ദ സെൻസ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ ഹാപ്പിനെസ്. ഒന്ന് ഹഗ് ചെയ്യുന്നത് ഹാപ്പിനെസ്സാണ്, ഒന്ന് ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 32 പല്ല് ജിംനയുടെ ഫേസിൽ ഇരിക്കുന്ന ഈ 32 പല്ല്, ജിംന വിചാരിച്ചാലും ഒരു 60 വയസ്സ് വരെ ചിരിക്കാൻ പറ്റും.
65 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇത് വീഴാൻ തുടങ്ങും. പിന്നെ ഇതുണ്ട് അല്ലേ, ഇതാണ് കാലഘട്ടം അല്ലേ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പല്ല് വയ്ക്കേണ്ടി വരും. അപ്പോൾ ഉള്ള സമയത്ത് ചിരിക്കുന്നേ, ചിരിക്കാൻ പോലും ഇപ്പോൾ അല്ലേ? പിശുക്കാണ്. നമ്മൾ 5 ദിവസം ചിലവില്ലേ, ഇല്ല. പിന്നെ ജിമ്മിൽ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങുന്നു ഫോർ എക്സാമ്പിൾ, ഒരു 10 ലൈക്ക്, നമ്മളിപ്പോൾ 10 പേരുണ്ടെന്ന് വയ്ക്കുക, ഒരു 10 ലൈക്ക്, ഞാൻ ജിമ്മിന് മോഹൻലാൽ ലൈക്ക് 10 സെൻറ്റ് പുരാണമാണോ ചോദിച്ചത്, അപ്രിഷ്യേറ്റ് ചെയ്യും അല്ലേ. ഇതെല്ലാം ചിന്തകളിൽ വരണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ പ്ലേറ്റ്, പാവപ്പെട്ടവൻ പണക്കാരൻ, പാവപ്പെട്ടവൻ എന്ന് പറയുന്നത് ഒരു റോങ് കോൺസെപ്റ്റാണ്. പണിയെടുക്കുന്നവനെല്ലാം പണക്കാരനാണ്. എൻ്റെ പൊറോട്ടക്കാരന് പോലും 1250 രൂപ സാലറി ഉണ്ട്, കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എവിടെ പാവപ്പെട്ട ഒന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ഉള്ളൊരു ഡെഫിനറ്റ് ഡിസിഷനാണ്. ഇപ്പോൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ ചോറിനെക്കാട്ടിയും പ്രോട്ടീൻ കണ്ടൻറ്റ് ചോറിനെക്കാട്ടിയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് പഴങ്കഞ്ഞിയിലാണ്. പാലിനെക്കാട്ടിയും ബെനിഫിറ്റ്സ് ഉള്ളത് തൈരിലാണ്. തൈരിനെക്കാട്ടിയും ബെനിഫിറ്റ്സ് ഉള്ളത് വെണ്ണയിലാണ്. ശരിയല്ലേ. അതിനെക്കാട്ടിയും ബെനിഫിറ്റ്സ് പറയുന്നത് പനീറിലാണ്. പക്ഷെ ഇതെല്ലാം പാല് ചീത്തയതാണ് അല്ലേ. ഇപ്പോൾ ഇത് വിഷയം, ഇപ്പോൾ പാലിരുന്ന് പിരിഞ്ഞു പോയി, പാൽ ഗോവ ഉണ്ടാക്കണം, അപ്പോൾ എടുത്ത് കളയുകയാണ്. നാട്ടിൽ ഇഷ്ടം പോലെ ഹോട്ടൽസ് ഉണ്ട്, ചിരട്ടകൾ വരുന്നുണ്ട്. ചിരട്ടകൾക്ക് എന്തൊരു ഡിമാൻഡാണ്, ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കുന്നവരുണ്ട്. അപ്പം നമ്മളുടെ കണ്ണു മുമ്പിൽ കിടക്കുന്ന കാര്യങ്ങൾക്ക്, നമ്മളെ മണ്ണിനോടും നമ്മളെ പനിക്കൂർക്കയോടും നമ്മളുടെ ചെടികളോടും നമ്മളെ ചീരകളോടും എല്ലാം നമുക്ക് ബേസിക്കലി ഒരു അത്യാർത്തിയില്ല. അത് ഉണ്ടാവണമെങ്കിൽ മിനിമം ഒരു 6 കൊല്ലം ഏതെങ്കിലും മരുഭൂമിയിൽ പോയി പണിയെടുക്കണം. തിരിച്ചു വരുമ്പം ഇതിനോടെല്ലാം ഒരു ബഹുമാനം ഉണ്ടാവും. ഞാൻ ഈ പറയുന്നത് എല്ലാ പഴയ പ്രവാസികളും കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്യും. അതാണായാലും ശരി, പെണ്ണായാലും ശരി, അവർക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. ഓക്കെ, നമ്മളെന്തായാലും ഈ നമ്മുടെ ഒരു നാടിൻ്റെ ആ ഒരു മണ്ണിൻ്റെ സുഖമൊക്കെ പറഞ്ഞു. ഇപ്പം ചേട്ടൻ്റെ ആണെങ്കിലും ഔഷധ കഞ്ഞി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഞ്ഞി അത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, എന്നെ സംബന്ധിച്ചോളം എനിക്കങ്ങനെ എക്സ്പോർട്ട് ഇമ്പോർട്ടൊന്നുമില്ല. ഞാനിതിനെ ഔഷധ കഞ്ഞിയെന്നും വിളിക്കുന്നില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക, എന്നിട്ട് അവർക്കത് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തോട്ടൊരു പേയ്മെൻറ്റ് ഒന്ന് വാങ്ങിക്കണം. അപ്പം ഞാൻ അടിച്ചമർത്തുന്നില്ലല്ലോ. എൻ്റെ കോൺഫിഡൻസും കൂടെ അത് വിലയിരുത്തണം. എൻ്റെ ഇവിടുത്തെ ഗവർണർ, അതായത് ഫോർ എക്സാമ്പിൾ വെസ്റ്റ് ബംഗാൾ ഗവർണർ എൻ്റെ കഞ്ഞി കുടിക്കുന്നുണ്ട്, UP ഗവർണർ കഴിക്കുന്നുണ്ട്, ഇവിടുത്തെ പല പ്രശസ്ത നടന്മാർ കഴിക്കുന്നുണ്ട്, നടിമാർ കഴിക്കുന്നുണ്ട്, പൊളിറ്റീഷ്യൻസ് കഴിക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ട്. ആൻഡ് ഐ എം വെരി ഗുഡ്. പാലാ മെഡിസിറ്റി മാത്രം എൻ്റെ ആവറേജ് ഒരു 50-100 കിലോ മാസം എടുക്കുന്നുണ്ട്. അതിൻ്റെ കള്ളം പറയുന്നത് നിങ്ങൾക്ക് അവിടെ പോയി നോക്കാം. എൻ്റെ കഞ്ഞി കുടിച്ചാൽ വിശാലമായിട്ട് രാവിലെ ബൗൾ മൂവ്മെൻറ്റ്, ഇനി ഞാൻ മലയാള ഭാഷയിൽ കുറച്ച് പരിണാമപ്പെടണമെന്നുള്ളതാണ് എൻ്റെ ടീമിൻ്റെ റിക്വസ്റ്റ്. അതുകൊണ്ട് ഞാൻ വളരെ ലോക്കലി സംസാരിക്കുന്നില്ല. രാവിലെ മലവിസർജനങ്ങൾ ചെയ്യാൻ നല്ല ബോൾ മൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് ബേസിക്കലി ഡയബറ്റിക് കൺട്രോൾഡ് ആവും, പോസ്ട്രേറ്റ് ഇഷ്യൂസ്, അങ്ങനെ പല പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പോലാണ് നല്ല ആഹാരം. എൻ്റെ ആഹാരം ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഔഷധപൂർണ്ണമാവണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ 1 കിലോ തരും, അത് കൊണ്ടുപോയി 15 ദിവസം 20 ദിവസം കഴിക്കുക. നിങ്ങൾക്കത് എഫക്റ്റീവ് ആവുന്നെങ്കിൽ എന്നെ വിളിക്കുക, ഇല്ലെങ്കിൽ അത് ഫ്രീ വെച്ചോന്നേ അല്ലേ. ഞാൻ ഇനി കച്ചവടത്തിന് സംസാരിച്ചെന്ന് പറയില്ലല്ലോ അല്ലേ. ഇപ്പം താങ്കൾ അമ്മയ്ക്ക് കൊടുക്കുന്നു, അമ്മ പറയുന്നു നമ്മളെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത് വായിക്കാൻ നേരത്ത് എൻ്റെ കാശ് തരണം, ധാർമ്മികതയല്ലേ. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ഈസ് ലവ് എന്ന് പറഞ്ഞത്. തീർച്ചയായും നമ്മൾ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിത്തന്ന ഒരു മനുഷ്യനെ ഒരിക്കലും നമ്മൾ മറക്കില്ല. മനസ്സിലായി. നമ്മളെന്നും ആയൊരു വ്യക്തി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും നല്ല മൊമെൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫുഡുമായിട്ടും റെസ്റ്റോറൻറ്റും ഒക്കെ ആയിട്ടും അങ്ങനെയാണ്. സോ ഫുഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സെലിബ്രേഷൻ ഓഫ് ലവ് തന്നെയാണ്. തീർച്ചയായും നമ്മൾ ഒരാൾക്ക് മറ്റൊരാളിലേക്ക് പകരുന്ന ഒന്നാണ്, സ്നേഹം പകരുന്നത് തന്നെയാണ് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണോ നമ്മുടെ ഒരു ഇന്ത്യൻ ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത്? ഇപ്പോൾ രണ്ട് എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. കാരണം വേൾഡ് കറങ്ങുമ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് 28ഓളം സംസ്ഥാനങ്ങളും അല്ലേ 8 യൂണിയൻ ടെറിട്ടറീസും ഉള്ള ഇന്ത്യയാണ് വൈവിധ്യമായ ചരിത്രപൂർണമായ ആഹാര ചൈതന്യമുള്ള ഒരേ ഒരു രാജ്യം. ഇവിടെ ഫുഡ് ടൂറിസം വന്നിട്ടില്ല, എന്നിട്ടും ഭയങ്കര സ്കോപ്പാണ്. ജസ്റ്റ് ഇമാജിൻ, രാജസ്ഥാനി
നമ്മുടെ ലസ്സി, പഞ്ചാബി ധാബ, അല്ലേ, താലി, തിരുനെൽവേലി ഹൽവ, അങ്ങനെ ഒരുപാട് അല്ലേ വൈവിധ്യമാർന്ന. അത് ഒരു വർഷത്തിൽ 12 മാസവും ടൂറിസം ചെയ്യാനായിട്ടുള്ള ചൈതന്യം ഉള്ള രാജ്യം. ബ്ലെസ്ഡാണ്, പുതിയത് അന്വേഷിച്ച് പോകണ്ട. എന്നിട്ടാണ് കഴിഞ്ഞ 70 വർഷമോ 50 വർഷമോ പരിണാമപ്പെട്ടു വന്ന അറബി രാജ്യങ്ങളുടെ അറബിക് ഫുഡിനെ നമ്മൾ ഇത്രയും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. വെക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ അതിനെക്കാട്ടിയും വലുതല്ലേ കയ്യിലിരിക്കുന്ന മുതൽ, നമ്പർ 1. അപ്പോൾ അത് ഫുഡിൻ്റെ ഒരു സിനാരി. പിന്നെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം, ഫുഡ് ഇസ് ലവ് അല്ലേ എന്ന്. ബേസിക്കലി നമ്മളെ ലൈഫിൽ ഒരു 10 സെക്കൻഡിൽ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന 2 ജോണറാണ്. ഒന്ന് ഫുഡ്, രണ്ടാമത്തെ മ്യൂസിക്. ഇപ്പോൾ ആലിപ്പഴം പെറുക്കാം എന്നുള്ള പാട്ട് പറഞ്ഞാൽ സ്പോട്ടിക് മൈഡിയർ കുട്ടിച്ചാത്തനിൽ അച്ഛന് കൈയും പിടിച്ച് 3D കണ്ണാടിയും വെച്ച് ജോയ് ഐസ്ക്രീം വേണം, അപ്പോൾ താഴെ തപ്പിയ നമ്മൾ ഓർമ്മ വരും. മെനഞ്ഞാന്ന് പോയാൽ നമ്മൾ ഓർമ്മ വരത്തില്ല. വരുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ചുട്ട ചമ്മന്തി, കടുമാങ്ങ അച്ചാർ. കുട്ടിക്കാലത്ത് മാങ്ങ എടുത്തിട്ട് പാറക്കല്ല് വെച്ച് ഇടിച്ച്, അല്ലേ, പൊളിച്ചിട്ട് കല്ലുപ്പും ചേർത്ത് കടിക്കണം, അല്ലേ, എന്നിട്ട് കയ്പ്പാണെന്ന് അറിഞ്ഞിട്ടും ഈ നെല്ലിക്ക ഉപ്പ് വെച്ച് തിന്നതിന് ശേഷം ആ വെള്ളം കുടിക്കാനുള്ളൊരു ത്വര. ചെറിയ കാര്യമല്ല, ഒരു ഹാപ്പിനെസ് ഉണ്ട്, അല്ലേ, അതിനകത്തൊരു ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും. അപ്പോൾ ഫുഡ് അതൊന്ന്, മ്യൂസിക് അതൊന്ന്. ഇത് രണ്ടും ബോണ്ടഡ് ആണ്. കാരണം കുട്ടിക്കാലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അമ്മ എടുത്തു വെച്ചിട്ട് അന്ന് കാഴ്ച കിട്ടുന്നതിന് മുമ്പ് നമുക്ക് ശ്രവണശക്തിയാണ് ആദ്യം വരുന്നതെന്നാണ് പറയുന്നത്. ബ്ലേഡാണ് നമ്മൾ, മനസ്സിലായില്ലേ? സോ ഫസ്റ്റ് ഇസ് മ്യൂസിക്, ദെൻ വി ഗോട്ട് ദ വിസിബിലിറ്റി. പിന്നെ അമ്മയുടെ മുലപ്പാൽ മുതൽ വായിക്കരി വരെ ഇറ്റ്സ് ഫുഡ്, അല്ലേ? സോ യു ഹാവ് ടു റെസ്പെക്റ്റ് ഇറ്റ്, നമ്പർ 1. പിന്നെ സെക്കൻഡ് കാറ്റഗറിയിൽ നമ്മൾ ഇൻ്റലിജൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, നമ്മളെ വിസ്ഡം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓൺ ദ ഗട്ട്സ്, ക്ലിയറൻസ് ഓഫ് ഗട്ട്സ്, ഗുഡ് ഗട്ട് ബാക്ടീരിയ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മൾ ഫുഡിനെയും നമ്മളെ ഡയറ്റിനെയൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ സെലിബ്രേഷനാണ്. അപ്പോൾ താങ്കൾക്ക് ചിലപ്പം പീനട്ട് അലർജി ആയിരിക്കും, ചിലപ്പോൾ പ്രഷർ ഉണ്ടായി. അപ്പോൾ നമ്മളെ ഫുഡ് പ്ലാൻ അതനുസരിച്ചിട്ടാണ് നമ്മൾ സാലഡ്സ് പ്ലാൻ ചെയ്യുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും. നമ്മൾ മണ്ണും ആ നാടും അനുസരിച്ചാണ്. പിന്നെ ഇഫ് ദ നേച്ചർ ഡിഡൻ മേക്ക് ഇറ്റ്, ഡോണ്ട് ടേക്ക് ഇറ്റ്. കഴിവതും പ്രകൃതി രമണീയമായ പ്രകൃതിദത്തമായ കാര്യങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് നന്നായിരിക്കും. ഇപ്പം മുരിങ്ങയിലക്കൊക്കെ എന്തൊരു ഡിമാൻഡാണ്. പിന്നെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അസിഡിക് ഫുഡുകൾ ഒഴിവാക്കുക. സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പം സൂര്യൻ അസ്തമിക്കുമ്പോൾ 2 ടൈപ്പ് ഓഫ് ബോഡി സൈക്കിളാണ്. ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബോഡി സൈക്കിളിൻ്റെ pH വാല്യൂ ഉണ്ട്. ആ pH വാല്യൂ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വാടകയ്ക്ക് വന്നിരിക്കുന്ന ഈ 70 വയസ്സ് വരെ ആയുസ് കിട്ടിയാലുള്ള നമ്മളുടെ മിനിമം. യു ആർ ദ സെക്യൂരിറ്റി ഓഫ് യുവർ ബോഡി, യു ആർ നോട്ട് ദ ഓണർ. യു ഓൾ ആക്ട് ലൈക്ക് എൻ ഓണർഷിപ്പ്. ഇറ്റ്സ് ജസ്റ്റ് ബിലോങ്ങിങ്നെസ്. യു ആർ നോട്ട് ദി ഓണർ, അല്ലേ? അപ്പോൾ സെക്യൂരിറ്റി ഹാസ് ടു ഡു. ബോഡി നോക്കുന്നത് ബോഡിക്ക് ബോഡിയുടെ സെൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പുമാങ്ങയുടെ കാര്യമൊക്കെ പറയുമ്പോഴും ബിയോണ്ട് യുവർ ഇൻ്റലിജൻസ് വായിക്കൂടെ വെള്ളം വരുന്നത്, അല്ലേ? നമ്മൾ വെള്ളം വരരുത്, വെള്ളം വരരുത്, വരുന്നില്ലേ? എങ്ങനെ വരുന്നത്? സോ സംബഡി എൽസ് ഇസ് ഓർ ലിസണിങ്, അല്ലേ? ആൻഡ് യു ഹാവ് ടു അക്സെപ്റ്റ് ദ ഫാക്ട്. 70 മില്യൺ സെൽസ് ഈവ് ഡ്രോപ്പിംഗാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം അവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ജിംന എനിക്കൊരു യൂണിവേഴ്സാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല, ഒരു യൂണിവേഴ്സാണ്. ഒരുപാട് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, അതർ ലിവിങ് തിങ്സ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സ്. And you are existing in this planet for 840 months where other beings are also dependent on you, അല്ലേ? അങ്ങനല്ലേ? അത് എനിക്ക് അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സിനെ കണക്കാണ്. അപ്പോൾ നമ്മൾ മില്യൺസ് ഓഫ് സെൽസ്, മെനി ബാക്ടീരിയാസ് ഡിപ്പെൻഡിങ് ഓൺ. സോ യു ഹാവ് ടു സേ എല്ലാവരും ഹാപ്പി ആവണം, ലിവർ ഹാപ്പി ആവണം, ഹാർട്ട് ഹാപ്പി ആവണം. ഇവർക്ക് അനുസരിച്ചിട്ടുള്ള ഫുഡ് പ്ലാൻ നമുക്കുണ്ടാവണം. നമ്മൾ പോയിട്ട് എന്തെങ്കിലും തിന്നുക എന്ന് പറയുന്നതിന് ഒരു വില കൊടുക്കേണ്ടി വരും. എപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്തിനും ഒരു വില കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ആ വില കിട്ടിയില്ലെങ്കിലും ആ വില ഈ പ്രകൃതി നമുക്ക് തരും. അപ്പം ഈ പറയുന്ന ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. യുവർ ഡിസീസസ് ഓർ യുവർ അൺഹെൽത്തി ലൈഫ് ഈസ് നോട്ട് ഫ്രം ദ ഹോസ്പിറ്റൽസ്,
it is from your plate. So if your plate is good, you can live a good life. Okay. And it has to be served with love, because the most important ingredient in any recipe is nothing but love. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ടൂറിസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് ടൂറിസം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പം കൂടുതലായിട്ടും നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ കഞ്ഞിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഞ്ഞി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള, നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഡിഷ് തന്നെയാണ് കഞ്ഞി എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ടും നമ്മൾ പലരും അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ല. അതേപോലെ ഫുഡ് ടൂറിസത്തിന് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ഫുഡ് എന്തൊക്കെയാണ്? എല്ലാം, എവറിത്തിങ്. ഞാൻ പറഞ്ഞില്ല, ഫുഡ് ടൂറിസത്തിനകത്ത് എന്തൊക്കെയാണ് നമ്മുടെ മിൽക്ക് പ്രോഡക്ട്സ് തന്നെ എന്തൊക്കെയുണ്ട്. ഈ പറഞ്ഞ കണക്ക് പാല്, തൈര്, എന്തൊക്കെ ടൈപ്പ്. ഈ മോരും വെള്ളം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡ്രിങ്ക് അല്ലേ? അതിനോട് എവിടെയെങ്കിലും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? നമുക്ക് ദാഹശമിനി എന്നും പറഞ്ഞ് മിക്കയിടത്തും വരേണ്ട ഒന്നാണ്. പിന്നെ ടൂറിസം ബേസ് ചെയ്തിട്ടാണ് ടൊഡി വരേണ്ടത്. കാരണം നേച്ചർ ബ്ലെസ്ഡ് ആൽക്കഹോൾ എന്ന് പറയുന്നത് വേൾഡിൽ ഒന്നോ രണ്ടോ എണ്ണേ ഉള്ളൂ വേൾഡിൽ. ബാക്കിയെല്ലാം കെമിക്കലി ഇല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ആണ്. കെമിക്കലി ഫെർമെൻറ്റഡ്, അതേഴ്സ് ദേ ഡു ദിയർ ഓൺ പ്രോസസ്ഡ്. ഇറ്റ്സ് എ പ്രോസസ്ഡ് അല്ലേ ഫോമാറ്റാണ്. ബട്ട് വി ആർ ബ്ലെസ്ഡ്. ബട്ട് ടോഡി ഈസ് എ ബ്ലെസ്ഡ് ഡ്രിങ്ക്. അമിതമായാൽ അമൃതം വിഷമാണ്. ഞാൻ പറയുന്നത് ഇതും കേട്ടിട്ട് തലവഴിയെ കുടിക്കണമെന്നല്ല. അപ്പോൾ നമ്മളൊരു കാര്യം, ഇപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് പറഞ്ഞു കൊടുത്താൽ ഞാൻ പറയും ഇത് 365 ദിവസം എന്ത് ചെയ്താലും പ്രശ്നമുണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമുക്കൊരു ചിട്ട ഉണ്ടാണ്. അപ്പോൾ ഉറങ്ങുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് നാളെ എൻ്റെ ഈ ഡയലോഗും കേട്ടിട്ട് രാവിലെ തൊട്ട് ഷെഫ് പറഞ്ഞുകൊണ്ട് ഉറങ്ങുന്നതല്ല, ഞാൻ ഉറങ്ങാൻ പോവാ, കാൺ ഹെൽപ്പ് അല്ലേ? സോ എൻഡ് ഓഫ് ദ ഡേ ഫുഡ് ടൂറിസത്തിനകത്ത് നമുക്ക് കപ്പലണ്ടി മിഠായി അല്ലേ, നമ്മളെ ബനാന വെച്ച് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം. കറികളുണ്ടാക്കാം, ചിപ്സുകളുണ്ടാക്കാം, ഡെസേർട്ട്. അപ്പോൾ ഫുഡ് ടൂറിസത്തിൽ ഒരു ടോപ്പിക്കാണ് ബനാന. എത്ര വെറൈറ്റീസ് ഓഫ് ബനാന ബ്ലെസ്ഡ് ആണ് കേരളത്തിൽ മാത്രം. കേരളത്തിൽ ഓർഗാനിക്കലി ഉണ്ടാകുന്ന ഞാലിപ്പൂവൻ ഒന്ന് കഴിച്ചു നോക്കണം, ഏത്തയ്ക്ക കഴിച്ചു നോക്കണം. കാരണം ഈ പറയുന്ന ഇന്നലെ ഞാൻ കൃഷി വകുപ്പിൻ്റെ മിനിസ്റ്ററുമായിട്ടായിരുന്നു. മിനിസ്റ്ററിൻ്റെ സ്പീച്ചുണ്ട്. ആന്ധ്രയിൽ നിന്നും മന്ത്രിയുടെ റെക്കമെൻഡേഷനിൽ ചക്ക വാങ്ങിക്കാൻ ഒരു ടീം മന്ത്രിയെ കാണാൻ വന്നിരിക്കുകയാണ്. ചക്ക വാങ്ങിക്കാൻ. അപ്പം മന്ത്രി എടുത്ത് നോക്കിയിട്ട് പുള്ളിയുടെ സ്പീച്ച് എൻ്റെ ഉണ്ട്, ഇപ്പോൾ വരും 2-3 ദിവസം. ചക്ക വാങ്ങിക്കാൻ മന്ത്രിയുടെ റെക്കമെൻഡേഷനാണ്. അപ്പോൾ സീരിയസ് ആണ്. കാരണം കേരളത്തിലെ സോയിലിൽ പിടിക്കുന്ന ചക്കയ്ക്ക് ടേസ്റ്റും ബെനിഫിറ്റ്സും കൂടുതലാണ്. ഇത് മന്ത്രി പറഞ്ഞതാ. സോ മൈ സോയിൽ ഇസ് സോ ബ്ലെസ്ഡ്. അത് ഇവിടുന്ന് കഴിക്കുന്ന ഓരോ പച്ചക്കറി കഴിക്കുന്ന ആൾക്കാർക്കറിയാം. ഇവിടുത്തെ ഒരു കോവയ്ക്ക, ഇവിടുത്തെ ഒരു വെണ്ടയ്ക്ക, ഇവിടുത്തെ ഒരു വഴുതനങ്ങ, ഈ മണ്ണിൽ പിടിക്കുന്ന ഒരു തക്കാളി പോലും ചവച്ച് തിന്നുന്ന ആൾക്കാർക്ക് അറിയാം ഈ മണ്ണിൻ്റെ ഗുണം. അപ്പോൾ അത് തന്നെയാണ് ടൂറിസം. ഇപ്പോൾ സർപ്ലസ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സുഹൃത്ത് വിളിച്ച് ഈ ലോക്ക്ഡൗൺ ടൈമിൽ അവക്കാഡോ കൃഷി ചെയ്തിട്ട് പുള്ളി പെട്ടുപോയി. അവക്കാഡോ എല്ലാം ചീത്തയാവുക. ഞാൻ പറഞ്ഞു നീ അത് എണ്ണയാക്കാനുള്ള പരിപാടി നോക്ക്. കാരണം 1 ലിറ്റർ അവക്കാഡോ ഓയിൽ അങ്ങാണ്ട് 25,000 റുപ്പീസ് അങ്ങാണ്ടാന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ചെക്ക് ചെയ്യണം. പക്ഷേ അവക്കാഡോ ഓയിൽ ഇസ് വെരി എക്സ്പെൻസീവ്. അവക്കാഡോ വിൽക്കേണ്ട, അവക്കാഡോയ്ക്ക് കിലോയ്ക്ക് 100, 200, 300 കിട്ടത്തുള്ളൂ. നീ എണ്ണയാക്കി കഴിഞ്ഞാൽ നിൻ്റെ പ്രൊഡക്ഷൻ നിനക്ക് ഈ 1000 കിലോ അവക്കാഡോ ചിലപ്പോൾ 10 ലിറ്റർ എണ്ണ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നിനക്ക് ആ എണ്ണ എപ്പോൾ വേണേലും വിൽക്കാം. ആൻഡ് ഹി മേഡ് മണി ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ല, ചക്ക മാത്രം, ചക്ക ഉള്ളവർക്ക് ചക്കശേഖരം ഉണ്ടെങ്കിൽ ദേ ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് മണിയാണ്. ചക്ക ഫെസ്റ്റിവൽ നടത്തും. ഇവിടെ ചക്കക്കൂട്ടം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഞാൻ തന്നെ ചക്ക സദ്യ നടത്തിയിട്ടുണ്ട്. 18-16 കൂട്ടം കറികൾ ചക്കയിൽ മാത്രം ചോറൊഴിച്ച്. ചക്കത്തോരൻ, ചക്ക പായസം, ചക്കക്കുരുത്തോരൻ, ചക്കയുടെ തന്നെ 3 ടൈപ്പ് ഓഫ് പായസം. ആൻഡ് ഇറ്റ് ഇസ് വെരി ഡെലീഷ്യസ്. ചക്കപ്രേമികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കാണോ ഇവിടെ ഫെസ്റ്റിവൽ ചെയ്യാൻ പറ്റാത്തത്? എന്നാൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ സ്റ്റേഡിയങ്ങൾ കിടപ്പുണ്ട് അല്ലേ, പല സ്റ്റേഡിയങ്ങൾ കിടപ്പുണ്ട്. അപ്പം എൻ്റെ റിക്വസ്റ്റ് നമ്മളെ ടൂറിസം മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് കേരളത്തിൽ ഫുഡ് ഫെസ്റ്റിവൽ വരണം. നമ്മളെല്ലാം മിക്ക 3-1 കേരളത്തിലെ മലയാളിയും കട്ട ഫുഡിയാണ്. ഇല്ലെങ്കിൽ ഇത്രയും ബ്ലോഗേഴ്സ് ഇവിടെ സർവൈവ് ചെയ്യില്ല. ഇതും നോക്കി വണ്ടിയും വിളിച്ചു പോകുന്ന എൻ്റെ കട്ട ചങ്കുകളവരുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ട്. ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ഫുഡ് ടൂറിസം വന്നാലോ? 12 മാസവും ചെയ്യാനുള്ള സബ്ജക്റ്റ് നമ്മളതിലുണ്ട്. എവിടെ ചെയ്യുന്നു?
അപ്പോൾ വരട്ടെ.